Good morning. സുപ്രഭാതം. Okay. Today I want to share on a topic called laying aside hypocrisy. ഇന്ന് കപടഭക്തിയെ മാറ്റി വെക്കുക എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. So before I talk about this topic, I just want to lay some foundations. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില അടിസ്ഥാനങ്ങൾ ഞാൻ ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. So even in the English service I shared about an example. ഇംഗ്ലീഷ് സർവീസിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. So I like cricket. എനിക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണ്. Okay, but I don't like and I don't have the time to watch for a whole day or for 5 days. എന്നാൽ ഒരു മൊത്തം ദിവസം ഇരുന്നോ 5 ദിവസം ഇരുന്ന് ഒരു ടെസ്റ്റ് മാച്ച് കാണാൻ തക്കോണോ എൻ്റെ കയ്യിൽ സമയമില്ല. But what I enjoy is I enjoy watching highlights. എന്നാൽ ഹൈലൈറ്റ്സ് കാണാൻ എനിക്ക് വളരെ താല്പര്യമാണ്. So highlights, and I especially like to see highlights of games that I know that India have won. പക്ഷേ ഈ ഹൈലൈറ്റ്സ് കാണുമ്പോഴും നേരത്തെ ഇന്ത്യ ജയിച്ചു എന്ന് അറിയുന്ന മാച്ചിൻ്റെ ഹൈലൈറ്റ് കാണാനാണ് എനിക്കിഷ്ടം. So if I know that India has won, I can enjoy the highlights. അപ്പോൾ ഇന്ത്യ ജയിച്ചു എന്ന അറിഞ്ഞ അങ്ങനത്തെ മാച്ച് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഹൈലൈറ്റ്സ് കാണാൻ താല്പര്യമുണ്ട്. Because even if a few wickets fall initially, I know in the end we won. എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് റണ്ണിനുള്ളിൽ തന്നെ കുറേ വിക്കറ്റ് ഇന്ത്യയുടെ പോയാലും എനിക്ക് ടെൻഷനില്ല. എന്താ, ഇന്ത്യ ഏതായാലും ജയിച്ചല്ലോ എന്ന് എനിക്ക് നേരത്തെ അറിയാം. So similarly for us, we know the final outcome. For those of us who are born again, we know the final outcome for our lives. ഈ വീണ്ടും ജനിക്കപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് മുന്നമേ അറിയാം നമ്മുടെ അവസാനം എന്താണെന്ന്. Those who are not born again have to become born again. വീണ്ടും ജനിക്കപ്പെടാത്ത ആൾക്കാർ വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ട്. But those of us who are born again, we can rejoice in the fact that our names are written in the book of life. ഹല്ലേലൂയ. എന്നാൽ വീണ്ടും ജനിക്കപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് ഇപ്പോഴേ സന്തോഷിക്കാം, നമ്മളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Our destination is fixed. അതുകൊണ്ട് നമ്മൾ എവിടെ ചെന്നെത്തും ആ കാര്യം നേരത്തെ ഫിക്സ്ഡ് ആണ്. God has forgiven us because of what Jesus did on the cross. Our sins have been forgiven. യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവൃത്തി കാരണം നമ്മളുടെ എല്ലാ പാപങ്ങളും ദൈവം ഓൾറെഡി ക്ഷമിച്ചിരിക്കുന്നു. But Holy Spirit is sanctifying us. It is a process. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രക്രിയയാണ്. And God is renewing our mind through the word of God. ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. Okay, and I just want to tell you one more thing, that Jesus is the exact representation of God. അടുത്ത കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രതിരൂപമാണ്. So if Jesus said something to somebody here on earth, that is how God speaks to that person. That is God's mind on the issue. അതുകൊണ്ട് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ഒരു കാര്യം ഒരാളോട് പറഞ്ഞെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അതാണ് ദൈവവും പറയുന്നത്. ദൈവത്തിൻ്റെയും അതേ നിലപാടാണ്. So whatever Jesus says is what Jesus says is what God the Father is thinking. അതുകൊണ്ട് യേശു എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം, അത് പിതാവായ ദൈവം അത് തന്നെയാണ് ചിന്തിക്കുന്നത്. You cannot say, oh, that is Jesus's view, God's view is something else. അപ്പം നമുക്കൊരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല, അത് യേശുവിൻ്റെ അഭിപ്രായമാ, പിതാവിൻ്റെ അഭിപ്രായം വേറെയാ എന്ന് നമുക്ക് പറയാൻ So പറ്റത്തില്ല. when Jesus says something, that is God's view on the issue. അപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെയും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം. Okay, so shall we just have a word of prayer and then I'll carry on. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകാം. Father God, we just commit this time into your hands. പിതാവായ ദൈവമേ, ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. Lord, I pray that you wash us and cleanse us and strengthen us. പിതാവേ, അങ്ങ് ഞങ്ങളെ കഴുകണമേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. I thank you that you are the strength of our lives. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ബലമായതിനാൽ
ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. You will never leave us nor forsake us. അങ്ങ് നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. So we thank you and praise you. അതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. Help us to receive your word. അങ്ങയുടെ വചനം ഏറ്റുവാങ്ങുവാൻ ഞങ്ങളെ, സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. We thank you and praise you in Jesus' name. ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. Amen. So I want to ask you, what is hypocrisy? ഈ കപടഭക്തി എന്ന് വെച്ചാൽ എന്താണ്? The dictionary meaning of hypocrisy is behavior in which somebody pretends to have a moral standard that he or she does not really have. നമ്മൾ നിഘണ്ടുവിൽ നോക്കുവാണെങ്കിൽ കപടഭക്തി എന്ന് വെച്ചാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇല്ലാത്ത ധാർമ്മിക മൂല്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെന്ന് നടിക്കുക, അങ്ങനെയുള്ളപ്പോഴാണ് കപടഭക്തി എന്ന് പറയുന്നത്. Okay, there's a Greek root meaning. The Greek root meaning is hypokritos, means somebody who is hiding behind a mask. അപ്പൊ ഇതിന്റെ യവന പദം നമ്മൾ നോക്കിയാൽ ഹിപ്പോക്രിറ്റോസ് എന്നുള്ളൊരു പദത്തിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അർത്ഥം ഒരു മുഖം മൂടിയുടെ പുറയിൽ മറഞ്ഞു നിൽക്കുക എന്ന. So in the Bible we see that Jesus speaks to people about hypocrisy, and Jesus speaks to the religious leaders of the time about hypocrisy. അപ്പം നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ യേശു ക്രിസ്തു ആ കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരും അവരുടെ പരീശന്മാരോടും ഈ അവരെക്കുറിച്ച് ഈ ഒരു പദം ഉപയോഗിച്ചു. But when I used to read about Pharisees, Jesus talking about hypocrisy, my mind used to switch off because I used to think it doesn't apply to me. അപ്പം ഞാൻ പണ്ട് പരീശന്മാരെ കുറിച്ചൊക്കെ വായിക്കുമ്പം ഞാൻ വിചാരിച്ചു അത് യേശു പരീശന്മാരെ കുറിച്ച് പറഞ്ഞല്ലേ, ഇത് എന്നെ കുറിച്ചല്ലല്ലോ. But the truth is that we all have hypocrisy in us. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും കുറച്ചൊക്കെ എങ്കിലും ആ പരീക്ഷ മനോഭാവം ഉള്ളിലുണ്ട്. So the message applies to us. അതുകൊണ്ട് യേശു അന്ന് പരീശന്മാരോട് പറഞ്ഞ സന്ദേശം അത് നമ്മൾക്കും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. So I ask you, when you hear this message, if you feel convicted or you feel God is telling you to turn to Him, you don't have to wait for the life group, or you don't have to wait for tonight. You can respond to God then and there itself. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാണെങ്കിൽ എന്നാൽ ഇന്ന് രാത്രിയിൽ അല്ലെ ലൈഫ് ഗ്രൂപ്പ് വരുമ്പോൾ ഞാനിത് ദൈവത്തിന് സമർപ്പിക്കാം. നോ, അത്രയും നിങ്ങൾ കാത്തിരിക്കേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന് അവിടെ ആ കാര്യം ഏറ്റുപറഞ്ഞ് അത് നമ്മൾ സമ്മതിക്കണം. Because in a way what I say is not important. What God is saying to you and doing in you is more important. അപ്പോൾ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് ദൈവം നമ്മളോട് എന്ത് സംസാരിക്കുന്നു അതിനല്ലേ പ്രാധാന്യം. അപ്പോൾ ദൈവം ഞാൻ ഇന്ന് പറയുന്നതിൽ കൂടിയോ അല്ലാതോ നിങ്ങളോട് സംസാരിക്കുവാണെങ്കിൽ നിങ്ങൾ അതിനോട് അന്നേരം തന്നെ പ്രതികരിക്കണം. Okay, so can I ask Anita sister, I didn't give you this verse, but can you read 1 Peter 2:1? 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം അനിത സിസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. So we have to, when we wake up in the morning, we put away our night dress and put on the dress to go to work. ഇപ്പം നമ്മൾ രാത്രിയിൽ ഉറങ്ങി പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ രാത്രി ഉടുത്ത ആ വസ്ത്രം മാറ്റിയിട്ട് നമ്മൾ അല്ലാത്ത ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ നമ്മൾ പുറത്തെ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നത്. So similarly, one of the things we have to put aside is hypocrisy. അപ്പം ഇവിടെ പത്രോസ് പല കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ വ്യാജഭാവം മാറ്റിവെക്കണമെന്നും എടുത്തു പറയുന്നുണ്ട്. And we have to long for the pure milk of the word. അപ്പം മായമില്ലാത്ത വചനത്തിനു വേണ്ടി നിങ്ങൾ വാഞ്ചിക്കണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. So it's there
Peter is talking to the church about it. ഓർത്തോണം, പത്രോസ് ഇത് വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാണ്. Okay, so now let us look at, now I'm going to look at what Jesus spoke to us, to the people of the time and to the Pharisees of that time. Okay? അപ്പൊ ഇനിയും യേശു ക്രിസ്തു കപടഭക്തിയെക്കുറിച്ച് എന്തൊക്കെ സംസാരിച്ചു അതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. It's quite strong. ഇച്ചിരി കഠിനമായിട്ടുള്ള And വാക്കുകളാണ്. Jesus dealt with it quite strongly because he found it he found it very serious. യേശു എന്തിനാണ് ഇത്രയും കഠിന വാക്കുകൾ ഉപയോഗിച്ചത്? യേശു ക്രിസ്തു കപടഭക്തിയെ വളരെ ഗൗരവത്തോട് കണ്ടതുകൊണ്ടാണ്. Okay, so can I ask Matthew 6:1? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. Okay, so here the people of Jesus tells, don't practice your righteousness to be noticed by men. അപ്പം ഇവിടെ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങൾ നീതി പ്രവൃത്തി ചെയ്യരുതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. There's no reward in that. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രതിഫലവും ഇല്ല. Sometimes you may think people expect that, so you do that to meet their expectation, but there is no reward in that. നമ്മൾ ചിലപ്പം ആൾക്കാരെങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രതിഫലമൊന്നും ഇല്ല. If you have been convicted about it and you feel the Holy Spirit is telling you to do it and you desire to do it and it's in your heart, then please do it. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. But don't do it for show. പക്ഷേ മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. Okay, Anita, 2-4. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. It is God's will for us to give. മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഹിതമാണ്. But give discreetly so that you're giving not so that somebody knows that you are giving. എന്നാൽ വേറെ രണ്ടുപേര് അറിയേണ്ടതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ശരിയല്ല. And the temptation is always to show that you're giving, but we need to resist that temptation. രണ്ടുപേരൊന്ന് അറിയണം എന്ന് നമുക്കൊക്കെ പലപ്പോഴും ആഗ്രഹം വരും. പക്ഷെങ്കിൽ ആ ഒരു പ്രലോഭനത്തിൽ നമ്മൾ ആരും വീഴരുത്. So be discreet in your giving. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം കൊടുത്താലും അതൊരു രഹസ്യത്തിലുള്ള ഒരു കൊടുക്കുന്നത് നല്ലതാണ്. Verse 5. 5-ാം വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Now this is not a verse to tell you not to stand and pray. Okay? This is ഈ വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് അയ്യോ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. There is a place for you to stand in the church when the worship leader asks two people to pray. Please, if you are feeling led to pray or you desire to pray or you have the boldness to pray, please pray. സഭയിലെ വർഷിപ്പ് ലീഡർ മുമ്പിൽ നിന്ന് പറയാണ് ആരെങ്കിലും രണ്ടുപേര് പ്രാർത്ഥനയിൽ നയിച്ചാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്
അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ധൈര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. But don't pray for to be a hypocrite. എന്നാൽ രണ്ടുപേരെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം അല്ല അതൊന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത്. My feeling, my judgment, this is my feeling is that we are not praying public enough. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ നമ്മളിവിടെ ഈ പബ്ലിക്കായിട്ട് നമ്മൾ അല്ലെ പൊതുവായിട്ട് നമ്മൾ പലരും പ്രാർത്ഥിക്കാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. I think because we do publicly only what we do privately. അതിൻ്റെ ഒരു വേറെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തുവാ ചെയ്യുന്നേ അതിനപ്പുറം ഏതായാലും നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചെയ്യാൻ എങ്ങനെ പറ്റും? No, let me be careful here. Some of us may be shy, so that is why we have life groups and everything, so that you can pray in your life group, and then after getting used to praying in the life group, you can pray in the church. നമ്മൾ ചില ആൾക്കാർക്ക് ഇച്ചിരി നാണം അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അപ്പം നമ്മൾ ചിലപ്പം നമ്മൾ വീട്ടിലൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, പക്ഷേ പിന്നെ എല്ലാവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇച്ചിരി ധൈര്യക്കുറവായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പം നമ്മൾ ലൈഫ് ഗ്രൂപ്പിലൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പരിശീലനം ലഭിച്ചിട്ട് പിന്നെ എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. God looks at heart, he doesn't look at your vocabulary. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം നമ്മളുടെ ഹൃദയമാണ് കാണുന്നത്. ദൈവം നമ്മളുടെ ഭാഷ, അത് ഏത് ഭാഷയും വ്യാകരണവും അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. If you feel you don't have the words, correct words or vocabulary or grammar, that is not an issue. ഞങ്ങൾക്ക് വലിയ ഭംഗി വാക്കുകളൊന്നും പറയാനായിട്ടില്ല, അയ്യോ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. The people, the disciples of Jesus were fishermen. Many of them were fishermen. നിങ്ങൾ ഓർക്കണം, യേശുവിൻ്റെ പിന്നാലെ നടന്ന ശിഷ്യന്മാരിൽ ഒത്തിരി ആൾക്കാർ മുക്കുവന്മാരായിരുന്നു. Okay, verse 16. 6:16. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Now this is not a verse to say don't fast. ആരും ഉപവസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയുള്ള വാക്കല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. And I think in my life fasting is very small, it has to grow. അപ്പം എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒത്തിരി ഫാസ്റ്റ് ചെയ്യുന്ന ആളല്ല, അതിൽ എനിക്ക് ഒത്തിരി വളരേണ്ടതായിട്ടുണ്ട്. But Jesus says don't fast and then you are fasting to let somebody know that you are fasting. പക്ഷേ യേശു പറയുന്നത് വേറെ രണ്ടുപേരെ ഞാൻ ഉപവസിക്കുന്നു അല്ലെ ഉപവസിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഉപവസിക്കരുത്. There is a great place for fasting. ഉപവസിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്, അതിനൊരു സ്ഥാനമുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ. God sees people fasting and God changes his mind even when people fast. ആൾക്കാർ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെ ശ്രദ്ധ വച്ച് കേൾക്കുന്ന ആ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ കൂടി കാണാൻ പറ്റും. But if you're a person who doesn't, when you're fasting, you don't shave, don't bathe, you wear your clothes out, you don't iron your shirt, you don't polish your shoes, you act weak, you act dehydrated, that is you will get your reward, but it's from man. പക്ഷെങ്കിൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ താടിയൊക്കെ വളർത്തി അല്ലെ ഷേവ് ചെയ്യാതെ അല്ലെങ്കിൽ മുടിയൊന്നും ചെയ്യാതെ അല്ലെ മോഹം വാടിയൊക്കെ ഇരിക്കുവാണെങ്കിൽ അത് ശരിയല്ല. ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഉപവസിക്കേണ്ടത്. And then Jesus shows us how to fast in verse 17. 17-ാം വാക്യത്തിൽ യേശു നമ്മളെ ഉപവസിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നു. So he says, when you fast, anoint your head and wash your face, so that your fasting will not be noticed by men, but by your Father who is in secret. And your Father who sees what is done in secret will reward you. അപ്പോൾ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, അങ്ങനെ ഒരു ഫ്രഷായിട്ട് ആയിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് ഉപവസിക്കുവാണെങ്കിൽ. And your reward അപ്പം അങ്ങനെ നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യം നമ്മുടെ പിതാവ് കാണുമ്പോൾ അവൻ നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് പ്രതിഫലം തരും. And I think when you do that and you experience the pleasure of the Lord, you will want to do it again and again. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് ദൈവത്തിൻ്റെ
ആ ദൈവം നമ്മളോട് ദൈവത്തിന് അത് ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പിന്നെ അങ്ങനെ ചെയ്യാൻ തുടങ്ങും. Okay, I'll ask Anita, can you read Matthew 7:1-5? മത്തായി 7 അതിൻ്റെ 1 മുതൽ 5 വരെ ഇനി നമുക്ക് വായിക്കാം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. Now this is to say don't have, it is not to say don't judge, but it is to say don't have a judgmental attitude. നമ്മൾ ഒരു കാര്യത്തെയും വിവേചിച്ചറിയണ്ടെന്നല്ല ഇവിടെ പറയുന്നത്, മറിച്ച് മറ്റുള്ളവരെ വിധിച്ച് അടിച്ച് താഴെയിടുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകരുതെന്നാണ് ഇവിടെ പറയുന്നത്. The reason I say is in 1 Corinthians 5:12-13. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ It says that here it says that those who are outside the church God will judge. 1 കൊരിന്ത്യർ 5 അതിൻ്റെ 12-13. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. We need to help. It's not condemn. We need to help. We need to correct. We need to rebuke those within our body. അപ്പം നമ്മൾ മത്തായിയുടെ ആ ഭാഗം മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനും ഒരു മനസ്സിലാക്കലും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ 1 കൊരിന്ത്യർ വായിക്കുമ്പോൾ അല്ല, സഭയിലെ ചില കാര്യങ്ങൾ, സഭയ്ക്ക് പുറത്തുള്ളവരെ അത് നമ്മൾ വിധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സഭയിലുള്ളവരെ അവരെ അങ്ങ് ഒരുമാതിരി ആക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി ചിലപ്പം ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് അവരുടെ നന്മയ്ക്കായിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്, അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. But how can we help somebody if we have got big logs in our eye? പക്ഷെങ്കിൽ നമ്മുടെ കണ്ണിൽ വലിയ കോലിരിക്കുവാണെങ്കിൽ വേറെ ഒരാളുടെ കണ്ണിലെ കരട് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? It is it's not to say, oh, I've got a big log in my eye, I give up. അപ്പം വേറെ ചിലർ പറയും, അയ്യോ എൻ്റെ കണ്ണിൽ വലിയ ഒരു എന്തുവാ കോലുണ്ട്, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അങ്ങ് വിട്ടുകൊടുക്കുക, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. No, we have to ask God if we have a desire. See, we are on a process of sanctification. God is Amen. sanctifying us. And God is committed to changing us. All He desires is we be willing to be changed. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരെയും ദൈവം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ദൈവത്തോട് നിലവിളിക്കണം, ദൈവമേ എന്നെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള കോല് എടുക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. All we need to do is go to God, and God will every day wash us and renew us with His word and help us. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ അടുക്കൽ പോകണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടി അവൻ്റെ വചനത്താൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. And when I am helped, my immediate reaction is to help somebody else. അപ്പോൾ എനിക്കൊരു സഹായം ലഭിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ വരുന്നത്? വേറെ ഒരാളെ സഹായിക്കണം. When I have been delivered, I don't want to see somebody else suffering. അപ്പം ഞാൻ വിടുവിക്കപ്പെടുമ്പോൾ വേറൊരാൾ വിടുവിക്കപ്പെടാതിരിക്കുന്ന കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ അവരെ സഹായിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. Okay, shall I go to Matthew 23? ഇനി നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടക്കാം. Can you read Matthew 23:1 and 2? അതിൻ്റെ 1-2 വാക്യങ്ങൾ. അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ
പീഠത്തിൽ ഇരിക്കുന്നു. 3 ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്വിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. Okay, so Jesus tells the people, what the Pharisees tell you to do, do it, but don't do what they are doing. അപ്പൊ യേശു അവിടെ പറയുന്നത്, ഈ പരീശന്മാര് നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം, പക്ഷെ അവർ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്യരുത്. So, in other words, practice what you preach. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടവരാണല്ലോ. So we have to, whatever we say and preach and talk, we have to practice it. നമ്മൾ എന്തൊക്കെ കാര്യം പറയുന്നു അല്ലെ പ്രസംഗിക്കുന്നു, അത് നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. And in verse 4 we see that the scribes and Pharisees were unwilling to help. Verse 4. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് പരീശന്മാര് ബാക്കിയുള്ളവരോട് എന്ത് ചെയ്യണം അതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവരെ അത് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്നില്ലായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. Okay, I'm going to ഇത് read and Anita, ഞാൻ just പറയുന്നുള്ളൂ. Verse 5 it says they did all these things to be noticed by men. അപ്പൊ 5-ാം വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ എല്ലാം മനുഷ്യര് കാണേണ്ടതിന് വേണ്ടിയായിരുന്നു അവർ ചെയ്തത്. Yeah, this is because they just wanted to be honored by men. മനുഷ്യരെ അവരെ മാനിക്കുവാൻ വേണ്ടിയായിരുന്നു അവരത് ചെയ്തത്. In verse 13 വായിക്കാം. 13-ാം വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Okay, thank you. So verse 13 it says that sadly the scribes and Pharisees in those days, they were not entering into the kingdom of God, and they were not allowing others to enter into the kingdom of God. ഇവിടെ ദുഃഖപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പരീശന്മാർ അവര് ദൈവരാജ്യത്തിലോട്ട് കടക്കുന്നില്ല, എന്നാൽ അവര് മറ്റുള്ളവരെ അങ്ങോട്ട് കടക്കാനും സമ്മതിക്കത്തില്ല. If you read Paul's letters, the Acts, wherever Paul went and people were coming to the Lord, always the Jews would go there and create commotion after that. നമ്മൾ കാണുന്നത് പൗലോസ് അപ്പോസ്തലൻ പലയിടത്ത് പോയി സുവിശേഷം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ എതിർത്തത് ഈ യഹൂദന്മാരായിരുന്നു. So they were not entering the kingdom of God, and they were not allowing others to enter the kingdom of God. അവ ഈ യഹൂദന്മാർ അവര് ദൈവരാജ്യത്തിലോട്ട് കടക്കുന്നുമില്ല, വേറെ ആരെങ്കിലും ആഗ്രഹം കാണിച്ചു വരുന്നവർ അവരെയും തടസ്സപ്പെടുത്താൻ So നോക്കുവായിരുന്നു. there was always a fight there. അപ്പോൾ അങ്ങനെ എപ്പോഴും അവിടെ ഒരു സമ്മർദ്ദമായിരുന്നു. Verse 14 it says that the Pharisees and scribes would go to the widow's house and devour widows' houses. അപ്പം 14-ാം വാക്യത്തിലെ ഈ പരീശന്മാരൊക്കെ ഈ പാവം വിധവകളുടെ ഒക്കെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ കയ്യിലുള്ള പണം എല്ലാം എങ്ങനെയെങ്കിലും അവര് ഊറ്റിയെടുക്കും. So widows are very vulnerable people. നമ്മൾ മനസ്സിലാക്കണം, വിധവമാരെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ അങ്ങനെ ആരുമില്ല അവരെ സഹായിക്കാനായിട്ട്. And Jesus says the Pharisees and scribes of that time used to go and basically collect money from them. അപ്പം യേശുവിന്റെ ആ കാലത്ത് പരീശന്മാരൊക്കെ ചെന്ന് ഈ വിധവമാരാ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ എങ്ങനെയും തട്ടിയെടുക്കാം എന്നുള്ള മനോഭാവത്തോടു കൂടി പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. Jesus does not take these things lightly. അപ്പൊ ഈ കാര്യങ്ങളെ ഒന്നും യേശു ക്രിസ്തു ഒട്ടും ചെറുതായിട്ട് എടുക്കുന്നില്ല. Verse 15 വാക്യം. 15-ാം വാക്യം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. So they would actually go on trips to make proselytes or to make converts, but the converts that they made were actually mirrored their image.
Jesus says, you make them twice the sons of hell. അപ്പോൾ ഈ യഹൂദന്മാർ ഒരു സൈഡിൽ നോക്കിയാൽ ഭയങ്കര മിഷണറി പ്രവർത്തനമാണ്. അവർ ദൂരെയൊക്കെ പോയി എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരെ കർത്താവിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. പക്ഷെങ്കിൽ പ്രശ്നം എന്താണ്? അവർ തന്നെ കുഴപ്പക്കാരായതുകൊണ്ട് ഈ ആൾക്കാരെ കർത്താവിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിന് ഈ വരുന്ന ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഡബിൾ അവരെ കുഴപ്പം കൂടുതൽ ഉള്ളവരായി തീരും. They were not making disciples. അപ്പം യഥാർത്ഥമായിട്ട് നോക്കിയാൽ അവരെ അവരുടെ ശിഷ്യന്മാരെ ആക്കുമായിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരെ അല്ലായിരുന്നു അവരെ ആക്കുന്നത്. So these are, just imagine if Jesus was saying that to us, that would be shocking. You'll just fall to the ground. ഇതൊക്കെ നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു പക്ഷേ വല്ലാതെ തോന്നാനും സാധ്യതയുണ്ട്. Can you read verse 23? 23-ാം വാക്യം വായിച്ചാട്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. So Jesus told the scribes and Pharisees, you are exacting, you are telling people to tithe, which is tithe even the spices. Spices very little bit. In our food we put only a little bit of spice. Jesus is saying you are making them tithe that little bit, but you have totally ignored about justice and mercy and faithfulness. യേശു ഇവിടെ പറയുന്നത്, പരീശന്മാർ ഒരു സൈഡിൽ നോക്കി അവർ ഭയങ്കര ചെറിയ കാര്യങ്ങളുടെ വരെ ഒന്നോർത്ത് നോക്കിക്കേ, ജീരകം അല്ലെ ചതക്കുപ്പ, തുളസി, ഈ വക കാര്യങ്ങളുടെ പോലും ദശാംശം അവർ കൊടുക്കും. എന്നാൽ മറു സൈഡിൽ വളരെ ഘനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ന്യായം, കരുണ, വിശ്വസ്തത, അതിൽ അവർക്ക് കൂസലൊന്നുമില്ല, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. So Jesus said he is telling you must tithe. He said you should not neglect tithing, but along with tithing you must not neglect the important things of justice, mercy and faithfulness. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞു വരുന്നത് നിങ്ങൾ ദശാംശം കൊടുക്കണ്ടെന്നല്ല, അത് കൊടുക്ക്, പക്ഷേ ഘനമായിട്ടുള്ള കാര്യം, ന്യായം, കരുണ, വിശ്വസ്തത, അതിൽ നിങ്ങൾ നടക്കുക. Don't miss the big picture. Don't miss what is the heart of God. ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത്, അത് നിങ്ങളെ വിട്ടുകളയരുത്. Jesus says, this is quite dramatic picture that Jesus says. Jesus says, you blind guides, verse 24 എന്ന് വായിക്കോ അനിത. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. So this is how Jesus was so strong with people who are hypocrites. ഒന്ന് നോക്കിക്കേ, ഒരു വ്യക്തി അയ്യോ ഒരു കൊതുക് പോലും വരരുത് ഞാൻ കുടിക്കുന്ന സാധനത്തിൽ എന്ന് പറഞ്ഞ് കൊതുകിനെ അരിച്ചു കളയും, പക്ഷേ ഇത്രയും വലിയ ഒട്ടകത്തെ വിഴുങ്ങുകയാണ്. അത് അന്നത്തെ ഒരു ഒരു പറച്ചിലാണ്. അപ്പോൾ ചെറിയ കാര്യത്തെ ഇത്രയും അങ്ങ് സൂക്ഷ്മത കാണിക്കുന്നു, എന്നാൽ ഇത്രയും വലിയ സാധനം അവർക്ക് കാണുന്നുമില്ല. Verse 25 വായിക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. So Jesus says you on the outside you look very clean, but inside you are full of robbery and self-indulgence. യേശു ഇവിടെ പറയുന്നത് നിങ്ങളെ പുറത്ത് വളരെ വെടിപ്പായിരിക്കുന്നു, എന്നാൽ അകത്ത് കവർച്ചയും അതിക്രമവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. So outside you look very nice, but inside you are doing what you like to do. പുറമേ നല്ല വ്യക്തിയാണ്, പക്ഷെ അകത്ത് സ്വന്തം ഇഷ്ടം ചെയ്യുന്ന ആൾക്കാരാണ്. I was convicted on this self-indulgence, doing what you like to do. ഇവിടെ ഇംഗ്ലീഷ് ഇച്ചിരി വേറെ ഒരു വേർഡാണ് സെൽഫ് ഇൻഡൽജൻസ്. പക്ഷെ ഇവിടെ കവർച്ചയും അതിക്രമവും, ഈ ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങളാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ സെൽഫ് ഇൻഡൽജൻസ്, അത് വായിച്ചപ്പോൾ എനിക്ക് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിടെ സംസാരിച്ചു. For me, like when I come from work and I'm tired, I say, I deserve rest. I worked 8 or 9 hours, whatever. I deserve now to sit down
and do what I want to do. I deserve relaxation. ഞാൻ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ വരുമ്പോൾ ഞാൻ വിശ്രമം അർഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. Yeah. So verse 26, Jesus is giving a remedy for hypocrisy. What is the remedy? അപ്പൊ ഇങ്ങനെയുള്ള കപടഭക്തിയുടെ എന്താണ് ഇതിനൊരു പരിഹാരം? 26-ാം വാക്യത്തിലെ യേശു അവിടെ ഒരു പരിഹാരം നൽകുന്നു. കുരുടനായ പരീശനെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. If you clean the inside, your insides, the outside will automatically become clean. ഇവിടെ നമുക്കൊരു രഹസ്യം മനസ്സിലാകുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മൾ വെടിപ്പാക്കിയാൽ പുറം തന്നെത്താനെ വെടിപ്പാകും. One of the biggest problems I find with this spirit is because of this mask is that we cannot see each other's countenance. Countenance. ഈ കോവിഡ് കാലം വന്നതോടുകൂടി എല്ലാവരും മാസ്ക് ഇടുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ ചിരിക്കുവാണോ കരയുവാണോ എന്തോ നമുക്കൊന്നും ദേഷ്യം എന്തോ അവരുടെ മുഖം കാണാൻ പറ്റുന്നില്ല. We cannot see if a person is sad or happy or gloomy or depressed because of the mask. ഒരാൾ സന്തോഷിച്ചിരിക്കുകയാണോ വിഷമിച്ചിരിക്കുകയാണോ വിഷാദമാണോ എന്തോ ആണെന്ന് ഈ മാസ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാകും. Eyes can speak, body posture can speak, but if you do well, will not your countenance be lifted up? അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ആൾക്കാരുടെ കണ്ണ് നോക്കുമ്പോൾ മനസ്സിലാവും, അവരുടെ ആ ശരീര ഇത് കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തിൽ ആ പ്രസാദം കാണും. If you are doing well, your countenance will be lifted up. അപ്പം ഇവിടെ കായിനോട് ദൈവം പറഞ്ഞതല്ലേ, നീ ശരിയായിട്ട് നടക്കുവാണെങ്കിൽ നിന്റെ മുഖത്തെ ആ പ്രസാദം കാണും. So just if your insides are, if you are doing well, you will look well also. അതുകൊണ്ട് നിങ്ങൾ ശരിയായിട്ട് ആണ് നടക്കുന്നത് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ പുറത്തും അത് ശരിയാവും. Then how do you keep your insides clean? By sometimes you have heard, keep a short account with God. ഈ നമ്മുടെ ഉള്ളിലെ നമ്മൾ എങ്ങനെ വെടിപ്പാക്കി വെക്കും? ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ദൈവവുമായിട്ട് ഈ കണക്ക് പെട്ടെന്ന് അത് ശരിയാക്കി പോകണം. Just when God convicts you, turn to the Lord. ദൈവം നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുവാണെങ്കിൽ ഉടനെ തന്നെ അത് നമ്മൾ സമ്മതിക്കണം. And just repent and keep your insides clean. അങ്ങനെ ഉടനെ നമ്മൾ സമ്മതിക്കുമ്പോൾ നമ്മളെ ഉള്ളിലെ എന്തുവാകും? വെടിപ്പാകും. So I need to rush a little bit. So now I'm going to go about talk now. The Bible talks about so many issues. വേദപുസ്തകത്തിലെ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. Now one issue we have, one of the important aspects of our life, or those who are working at least, is paying taxes. അപ്പം നമ്മളുടെ പുറത്ത് ജോലിയെടുക്കുന്ന ആൾക്കാരുടെ പുറത്തെന്ന് വെച്ചാൽ വീടിന് പുറത്ത് ജോലിയെടുക്കുന്ന ആൾക്കാർക്ക് ഈ കരം കൊടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. Okay, and ടാക്സ് കൊടുക്കുന്നത്. And we can have genuine questions about paying taxes, and please you can read from the word of God, or you can go and speak to elders or anyone in the church about paying taxes, and it's very clearly given in Romans 13:6-7. Pay tax to whom tax is due, give honor to whom honor is due, pay custom to whom custom is due. അപ്പോൾ ഈ കരം കൊടുക്കണോ വേണ്ട എന്നുള്ള പലർക്കും ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വേദപുസ്തകത്തിനകത്ത് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മൂപ്പന്മാരോട് ലീഡേഴ്സിനോടൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. റോമർ എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കരം ആരെ അർഹിക്കുന്നോ അവർക്ക് നിങ്ങൾ കരം കൊടുക്കണം. We have to pay our taxes. നമ്മൾ കരം കൊടുത്തേ മതിയാവും. But in Matthew 22:15, the Pharisees and scribes were trying to trap Jesus. അപ്പം മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15-ാം വാക്യത്തില് പരീശന്മാരും ചോദ്യം ചോദിച്ചു. പക്ഷെ അവർ ചോദ്യം ചോദിച്ചത് ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല, യേശുവിനെ കുടുക്കിലാക്കാൻ വേണ്ടി. So what did they used very they used words, but they were trying to bring Jesus into a trap. അവര് യേശുവിനെ ഒരു കെണിയിലാക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതായിരുന്നു. അത് ഒന്ന് ഇടാൻ പറ്റുമോ ഇതിനകത്ത്? മാത്യു 22:15. മത്തായി Matthew 22:15. Okay.
So he said, what did they say to Jesus? You are truthful. അവിടെ അവരെ യേശുവിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവർ യേശുവിനെ ഇച്ചിരുന്ന് പൊക്കി, ആ യേശുവെ നീ നല്ല സത്യം പറയുന്ന ആളാണല്ലോ, You teach the way of God in truth, നീ ദൈവത്തിൻ്റെ വഴി അത് വളരെ സത്യത്തിൽ പഠിപ്പിക്കുന്ന ആളാണല്ലോ, and you defer to nobody. എന്നിട്ട് നീ ആരുടെയും മുമ്പിൽ ചുമ്മാ ഇത് ചെയ്തില്ല. And they said, is it lawful to pay taxes to Caesar? അപ്പൊ ഗുരു കൈസർക്ക് ഈ കരം കൊടുക്കുന്നത് ശരിയാണോ? I'm not going to what Jesus said, but in verse 18 it says, Jesus saw their malice or wickedness. അപ്പൊ ഇവിടെ ഈ ചോദ്യം അവർ ചോദിച്ചു, പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. Jesus said, why are you testing me, you hypocrites? അപ്പൊ യേശു പറഞ്ഞു, എന്തിനാണ് നീ കപടഭക്തിക്കാരെ എന്നെ നിങ്ങൾ പരീക്ഷിക്കുന്നത്? So they were not genuine. Their question was not genuine. ചുരുക്കം പറഞ്ഞാൽ അവർ ചോദ്യം ചോദിച്ചെന്നുള്ളത് ഓക്കെ, പക്ഷേ അത് യഥാർത്ഥമായിട്ടും ഉള്ള ഒരു ചോദ്യമല്ലായിരുന്നു. They were not trying to find out about paying taxes. They just wanted to trap Jesus. അവരെങ്ങനെയെങ്കിലും യേശുവിനെ ഒടുക്കിലാക്കാനായിട്ട് നോക്കുമായിരുന്നു. In Matthew, I'm just going to talk to you. In Matthew 15, the Pharisees actually asked Jesus, why your disciples don't wash their hands when they eat bread, and they break the tradition of the elders. Matthew 15. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ പരീക്ഷന്മാർ വേറൊരു ചോദ്യം ഇങ്ങനെ യേശുവിനോട് ചോദിച്ചു, ഇതെന്താണ് നിന്റെ ശിഷ്യന്മാരൊന്നും കൈ കഴുകാത്ത കഴിക്കുന്നത്? Then Jesus answered, he didn't, when see, Jesus was not in English the word is walkover. When people tried to play with him, he answered their question with another question. ഈ യേശു ക്രിസ്തുവിനോട് ആൾക്കാരെ അതും ഇതും എല്ലാം ചോദിച്ചു കൊടുക്കാനായിട്ട് വരുമ്പോൾ യേശു ഓക്കെ എൻ്റെ തലയിൽ കൂടെ കയറി നടന്നോ എന്ന് യേശു പറയത്തില്ല. യേശു അവിടെ തിരിച്ച് അവരോട് ചോദ്യം ചോദിക്കുക. And Jesus at that time, Matthew 15:7, you can read, Jesus quoted Isaiah and said, in Isaiah 29:13, this people honors me with their lips, but their heart is far away from me. അപ്പോൾ അവിടെ യേശു ക്രിസ്തു ഏശയ്യാ പ്രവാചകൻ 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആ കാര്യം എടുത്തു പറഞ്ഞു. എന്തുവാ? ഇവരെ അതരത്താൽ ഇവരെന്നെ സ്തുതിക്കുന്നു, പക്ഷേ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരമാണ്. So that was the issue. The issue was that the heart was not right. അപ്പോൾ അവിടെയും പ്രശ്നം എവിടെയായിരുന്നു? ഹൃദയത്തിലായിരുന്നു പ്രശ്നം. So let me just I'm slowly coming to the end. Let me talk about one thing. You could say, okay, this was Jesus with the Jews, and that definitely applies to us. But I want to come to something which I found, because I've been searching for verses with hypocrisy, and this verse came. Romans 12:9. ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ കപടഭക്തി എന്നുള്ള ഒരു കാര്യം എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ആ ഒരു വാക്ക് അവിടെയുമുണ്ട്. Okay, Anita, the വാക്യം Romans 12:9. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. Okay, so this is, these are scriptures that I used to just read. I'm trying to finish Romans. My task, my aim was to finish 8-11 വരെ എത്തി. Now let me just finish, just another 3 more to go, but so this is, actually I've just seen it like yesterday. ഈ വേദഭാഗം പലപ്പോഴും ഇത് 12-ാം അധ്യായമാണല്ലോ. അപ്പോൾ റോമാലേഖനം എങ്ങനെയും വായിച്ച് തീർക്കാനുള്ള തിടുക്കത്തിൽ കഷ്ടപ്പെട്ട് 11 അധ്യായം വായിച്ചു. അപ്പോൾ ഈ ഭാഗമൊക്കെ ഞാൻ പെട്ടെന്ന് ഓടിച്ച് വായിക്കുന്ന ഭാഗമായിരുന്നു. പക്ഷേ ഇന്നലെ ഇത് വായിച്ചപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ദൈവം എൻ്റെ അവിടെ സ്പർശിച്ചു. So this is in the context of presenting our bodies as living sacrifices. നമ്മുടെ ശരീരങ്ങളെ ദൈവമുമ്പാകെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കണം എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. Having our minds renewed. This is from this chapter itself. Having our minds renewed. നമ്മളുടെ മനസ്സ് പുതുക്കി രൂപാന്തരം വരണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. Exercising our gifts in the church. നമ്മളെ കിട്ടിയ വരങ്ങൾ, ആത്മീയ വരങ്ങൾ സഭയിൽ എടുത്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. And then this verse comes, be
let love be without hypocrisy. എന്നിട്ട് ഇവിടെ സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. It's not saying don't love. Oh, I don't have love, so I'm not going to love, because if I love, it's going to be hypocritical love. വേറെ ചിലർ പറയും, അയ്യോ എന്നാൽ ഞാൻ സ്നേഹിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ സ്നേഹിച്ചാൽ എന്തായാലും കുറച്ച് വ്യാജമൊക്കെ അതിനകത്ത് കാണും. No, that's not the thing. I don't feel love to that person. അല്ലെ വേറെ ചിലർ പറയും, ഓ എനിക്ക് അവരെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. It is the will of God for you to love all. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഹിതം. When you go deeper in the Lord, you will receive love for one another. നമ്മൾ കർത്താവിൽ ആഴത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അന്യോന്യം നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും. If you don't have love, ask God to give you the love for that person. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അത്ര സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ. It's love that will touch a person. It's love that touches a person. യഥാർത്ഥമായിട്ട് നമ്മൾ വേറൊരാളെ സ്നേഹിക്കുമ്പോഴാണ് വേറെ ഒരാളെ സ്പർശിക്കപ്പെടുന്നത്. And then let's look at how do you love without hypocrisy? അപ്പൊ നിർവ്യാജമായിട്ട് നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? What is the signs of love without hypocrisy? ഈ നിർവ്യാജ സ്നേഹത്തിന്റെ അടയാളങ്ങൾ എന്താണ്? Verse 10 വായിക്കാം. 10-ാം വാക്യം. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. So being devoted to one another and giving preference to one another in honor. നമ്മള് സഹോദര പ്രീതിയില് തമ്മില് ബഹുമാനിച്ച് അന്യോന്യം നമ്മള് അവർക്ക് മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കണം. I want the chicken leg. എനിക്ക് കോഴിക്കാല് ചിക്കൻ അത് വളരെ ഇഷ്ടമാണ്. No. So when we are going, when you are having a meal, you go. അപ്പൊ ഇവിടെ ചിക്കന്റെ കുറെ പീസ് ഇരിപ്പുണ്ട്. അപ്പം പലർക്ക് എടുക്കാം, പക്ഷെ എനിക്ക് ആ കോഴിക്കാല് വേണം. അപ്പം ഞാൻ ആദ്യം കയറി എടുക്കുകയാണ്. Just giving a silly example, but I'm trying to give you the picture. We are called to honor, give preference to one another. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് മറ്റുള്ളവരോട് പറ ആദ്യം എടുക്കാം, പിന്നെ നമ്മൾ എടുത്താൽ മതി. Contributing to the needs of the saints. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ അവരെ സഹായിക്കുക. When you see that there is a genuine need, when there's a genuine need, somebody who is, for example, working hard but still unable to have the money to educate his children, for example, and they are suffering, need to help. യഥാർത്ഥമായിട്ടും ഇപ്പം ചില ആൾക്കാരുണ്ട്, അവർ വളരെ കഷ്ടപ്പെടുന്നുണ്ട്, എന്നാലും അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൊന്നും അവർക്ക് പണമില്ല. അങ്ങനെയൊക്കെയുള്ള ജെനുവിനായിട്ടുള്ള കേസിൽ നമ്മൾ തീർച്ചയായിട്ടും ആൾക്കാരെ സഹായിക്കണം. You have missionaries who are working, doing the Lord's work, and they have families. They need to be supported. ഈ മിഷണറിമാരുണ്ട്, അവർ കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു, അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട്, അവരുടെയൊക്കെ കൂടെ നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. Practicing hospitality. അതിഥി സൽക്കാരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. That's a real place of loving somebody. ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് അത് അവിടെ നമുക്ക് മറ്റുള്ളവരെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഉള്ള ഒത്തിരി അവസരമുണ്ട്. Because you have to, if you don't love, how can you bear them for 3 hours? എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ ഈ 2-3 മണിക്കൂർ അവരെ വീട്ടിൽ കൊണ്ടുവന്ന അതിഥി സൽക്കാരം നടത്താൻ വലിയ പ്രയാസമായിരിക്കും. So all I'm saying is, if you are a person who is really growing in the Lord, growing in love, hospitality will be one of the fruit. അപ്പം നമ്മൾ യഥാർത്ഥമായിട്ടും കർത്താവിൽ വളരുന്ന ഒരു ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിഥി സൽക്കാരത്തിലും നമ്മൾ വളരും. So these are some of the, you can continue reading, and these are important. It's just 3 or 4 words, but each of them is so important. ഇവിടെ ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൽ അവിടെ കുറച്ച് ചെറിയ ചെറിയ വാക്കുകളാണ് അവിടെ ഉള്ളത്, പക്ഷെ വളരെ നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. So I'm now coming to the application part. How does this apply to us? അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ കാര്യം നിങ്ങളോട് പറഞ്ഞു, പക്ഷേ ഈ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? So the important thing is, there is hypocrisy in all of us. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ എല്ലാവരുടെയും ഉള്ളിലെ കുറച്ചൊക്കെ ഈ കപടഭക്തി ഉണ്ട്. See, when you look at the man of God, David is a man who did exploits for God.
ഈ ദാവീദിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി വളരെ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. He loved, he was a man after God's own heart. ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന ഒരു വ്യക്തിയായിരുന്നു, ഹൃദയപ്രകാരം നടന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. And you know how David had a moment of great sin. എന്നാൽ ദാവീദ് വലിയ ഒരു പാപം ചെയ്ത ഒരു സാഹചര്യം വന്നു. And he went into Bathsheba and he murdered her husband who was a man of God, fighting the Lord's battle. അവിടെ ബത്ശീബയുമായിട്ട് പാപം ചെയ്തു. അതിനുശേഷം ബത്ശീബയുടെ ഭർത്താവിനെ അദ്ദേഹം കൊലപ്പെടുത്തി. And Nathan the prophet comes and confronts David. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് ദൈവം നാഥാൻ പ്രവാചകനെ വിട്ട് ദാവീദിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. And tells that you will surely die for what you did. നീ ഈ ചെയ്ത കാര്യത്തിന് നീ മരിക്കേണ്ടിയവനാണ് എന്ന് പറഞ്ഞു. And David repented and cried out to the Lord, and God changed his mind, and you will not die. അപ്പം ദാവീദ് അത് സമ്മതിച്ചു. ദാവീദ് നിലവിളിച്ചു ദൈവത്തോട്. അപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ, നീ മരിക്കത്തില്ല. And you can see even Hezekiah, when the prophet Isaiah went to him and said, set your house in order, otherwise you will die. വേറൊരു ഉദാഹരണം പറയുകയാണ്. ഹെസക്കിയ രാജാവിൻ്റെ ജീവിതത്തിലും ദൈവം യെശയ്യാ പ്രവാചകനെ അയച്ച് പറഞ്ഞു, നീ നിൻ്റെ ഭവനം, നിൻ്റെ ജീവിതം നീ ശരിയാക്ക്, അല്ലെങ്കിൽ നീ മരിക്കാൻ പോവുകയാണ്. And before the prophet went back, when he was crossing the courtyard, by that time Hezekiah already cried out to God. ഈ കാര്യം കേട്ടപ്പോൾ ഹെസക്കിയ രാജാവ് അവിടെ ഒത്തിരി നേരമൊന്നും കാത്തിരുന്നില്ല. ആ പ്രവാചകന് അവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഓൾറെഡി മുട്ടുമേൽ വന്ന് ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Quick turning to the Lord. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കർത്താവിലേക്ക് പെട്ടെന്ന് തിരിയുന്ന ആൾക്കാരായി തീരണം. And out of this encounter with God, in Psalm 51:6, David says, behold, you desire truth in the innermost being. അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം ദാവീദ് 51-ാം സങ്കീർത്തനം എഴുതുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിലെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഉച്ചരിക്കുന്നത്, ഇച്ഛിക്കുന്നത്. So God, God sees everything. Whatever position you are in, if you are in sin, if you are in rebellion, if you are whatever situation it is, own up. No point hiding from God. God sees anyway. നമ്മളെ എന്ത് പാപം ചെയ്താലും ഇനി അത് ദൈവത്തിൽ നിന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. And God demands that. And God, we see whoever has done that, God has restored. God restores anybody who turns to Him. ദൈവത്തിലേക്ക് അങ്ങനെ തിരികെ വരുന്നവരെ തീർച്ചയായിട്ടും ദൈവം യഥാസ്ഥാനപ്പെടുത്തും. And you become strong. God will put His truth in that area in your life. അപ്പം ദൈവം പിന്നെ ദൈവത്തിന്റെ സത്യം അവരുടെ ഹൃദയത്തിൽ ഇടും. And also that's the first application. So be truthful. Cry out to God. Don't pretend that problem is there. Is not there. Own up before God. ഇത് പ്രശ്നമൊന്നുമില്ല, ഇതിനകത്ത് എന്തുവാ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ യഥാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നൊന്ന് അംഗീകരിക്കേ, അപ്പോൾ ദൈവം സഹായിക്കും. And second thing is, God is the judge. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമാണ് ന്യായാധിപൻ. Look to be rewarded by God. ദൈവത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കേണ്ടത്. If you are trying to please man and be rewarded by man is here today, gone tomorrow. നമ്മൾ മനുഷ്യരെ നോക്കി എങ്ങനെയെങ്കിലും മനുഷ്യരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ മനുഷ്യൻ ഇന്നുണ്ട്, നാളെ ഇല്ല. Today he will like you, tomorrow he will hate you. ഇന്ന് അവർക്ക് നിങ്ങളോട് ഇഷ്ടമായിരിക്കും, നാളെ അവർ നിങ്ങളെ പകയ്ക്കുമായിരിക്കും. Tomorrow if they have no use of you, they will throw you out. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ അവർ നിങ്ങളെ എടുത്തെറിയും. That is man, but God is not like that. മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ് മനുഷ്യൻ. If you humble yourself and walk with God, he will
even make his enemies to be at peace with you. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളെ താഴ്മയിൽ ജീവിച്ചാല്, ദൈവത്തിന്റെ പിന്നാലെ നടന്നാല് നമ്മളുടെ ശത്രുക്കളെ പോലും ദൈവം നമ്മളോട് നിരപ്പിലാക്കും. So just open up to God and cry out to God, and God is the rewarder. He's a great God. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഹൃദയം ദൈവം മുമ്പാകെ തുറക്കുക, ദൈവത്തിൻ്റെ നിങ്ങൾ നിലവിളിക്കുക. And ultimately 2 Corinthians 6:9 ഒന്ന് വായിക്കുക. 5:9. 2 Corinthians 5:9. 2 കൊരിന്ത്യർ 5:9 ഒന്ന് വായിച്ചാട്ട്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. So we have ultimately what's our purpose of our life? We want to be pleasing to the Lord. നമ്മളുടെ ജീവിതത്തിന് ഉദ്ദേശം എന്താണ്? അവസാനം നമ്മളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം, അതല്ലേ നമ്മളുടെ ആഗ്രഹം. The ultimate calling is, please, you have to do what God wants you to do. ദൈവം നമ്മളിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നു അത് നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെയൊക്കെ വിളിക്കുന്നത്. And whatever is standing in the way, God will remove. അപ്പൊ അങ്ങനെ ആ ദൈവഹിതം ചെയ്യുവാനായിട്ട് നമ്മളുടെ മുമ്പിലെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് മാറ്റുവാനായിട്ട് നമ്മളെ സഹായിക്കും. So God wants to speak to us, tell us what to do, but all these things like hypocrisy, envy, slander, bitterness, all that will block us from hearing God. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം നമ്മളെ നയിക്കുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പല കാര്യങ്ങള്, ജാതി, വ്യാജഭാവം, ഇതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് ഇതൊന്നും കേൾക്കാനൊന്നും പറ്റത്തില്ല. ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ വളരെ താഴ്മയോടുകൂടി ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുമ്പോഴാണ് ദൈവത്തിനെ നമ്മളെ നടത്തുവാൻ പറ്റുന്നത്. So as we cry out to God and respond to God, ask the Holy Spirit to help us. And I tell you one thing, if we take one step towards God, God takes 100 steps towards us. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ദൈവത്തിലേക്ക് ഒരു പടി വെക്കുമ്പോൾ ദൈവം നമ്മളുടെ സൈഡിലേക്ക് പല പടികൾ എടുത്ത് നമ്മുടെ അടുക്കലേക്ക് വരും. You know the prodigal son. All he did was, he was coming back. When the father saw him, the father ran towards him, hugged him, kissed him, gave him his coat, gave him his ring. That is the attitude of the father always towards us. മുടിയനായ പുത്രന്റെ കഥ നമുക്കറിയാമല്ലോ. മുടിയനായ പുത്രനെ മാനസാന്തരം വന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ദൂരെ നിന്ന് ആ പിതാവ് കണ്ടപ്പോൾ അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടുന്നതിന് മുമ്പ് പിതാവ് അവൻ്റെ അടുക്കിലേക്ക് ഓടി. So all God desires, he will not force it. All he desires is to come to him. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. So can I ask you to pray? സന്തോഷ് മുമ്പിൽ വന്ന് നമ്മളെ പ്രാർത്ഥനയിൽ ഒന്ന് നയിച്ചാട്ടെ പ്ലീസ്. ഹല്ലേലൂയ. Thank you Jesus. Thank you. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവെ അങ്ങ് ദാനമായി നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയായിട്ട് കൂടി വരുവാനും കർത്താവെ അങ്ങയുടെ മുഖം അന്വേഷിപ്പാനും അങ്ങിൽ നിന്ന് കേൾക്കുവാനും, ഹല്ലേലൂയ, അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ളതാകിയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അത് അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത്, വ്യക്തിപരമായിട്ടും സഭയായിട്ടും സംസാരിക്കുന്നത് കർത്താവെ അത് അനുസരിക്കുവാൻ, ഹല്ലേലൂയ, അതിൽ നടക്കുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, അതിലും അപ്പുറമായിട്ട് അങ്ങ് ഞങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നല്ലോ കർത്താവെ. ഹല്ലേലൂയ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ദൈവമേ ഞങ്ങൾ സമ്മതിക്കുന്നു, പലപ്പോഴും ദൈവമേ ഞങ്ങൾ വ്യാജഭാവം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ ഇന്ന് സഭയായിട്ട് കർത്താവെ അങ്ങ് കേൾപ്പിച്ച വചനത്തിന് മുന്നിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, അങ്ങയുടെ കൂടെ നടക്കുമ്പോൾ ഹല്ലേലൂയ നിർമ്മലതയോടും ദൈവമേ വിശുദ്ധിയോടും കർത്താവെ അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയ്ക്ക് പ്രസാദകരമായി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യാജഭാവവും വിട്ട് കർത്താവെ
അങ്ങയുടെ വചനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് കർത്താവ് മുന്നോട്ട് നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ദൈവമേ തന്ന കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഡോക്ടർ സുജിത്തിനായിട്ടും ഡോക്ടർ സുനിലായിട്ടും ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഈ ആഴ്ച ദൈവമേ ഞങ്ങൾ വീണ്ടും ദൈവമേ ഞങ്ങളിത് അയവിറക്കുവാൻ, ദൈവവചനത്തിലോട്ട് ആഴമായി ചെല്ലുവാൻ കർത്താവെ കൂടുതൽ സത്യങ്ങൾ, വെളിപ്പാടുകൾ കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധീകരണത്തിലൂടെ നടക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിനം കർത്താവെ അങ്ങേ അനുസരിച്ച് അങ്ങേക്ക് പ്രസാദമായി ജീവിപ്പാൻ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും കർത്താവെ അത് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുവാൻ കർത്താവെ അങ്ങയുടെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇച്ഛിക്കുന്നവനല്ല കർത്താവെ, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലവും സാധിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമേ ഞങ്ങൾ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ അങ്ങയുടെ നാമം ഉയരട്ടെ. കർത്താവെ യേശുവിൻ്റെ നാമം ഉയർന്നിരിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. തന്ന നല്ല സമയത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ ദൈവമേ ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം ദൈവമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നവരെയും പ്രാർത്ഥന എന്ന ചങ്ങലയാൽ ഞങ്ങളെ ബന്ധിപ്പിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ